ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് പഴവും മുട്ടയും വെച്ചിട്ട് നല്ല കിടിലം ഒരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ പഴവും മുട്ടയും വെച്ചിട്ടുള്ള ഈ ഒരു കിടില റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 കായ് പഴവും 2 മുട്ടയാണ് എടുത്തത്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. മക്കൾക്കൊക്കെ ഇഷ്ടമാവട്ടെ ഈ ഒരു പലഹാരം. ആദ്യം തന്നെ ഞാനിതാ പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 മുട്ടയും കൂടി ഉടച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ വേണ്ടത് 2 തവി മൈദ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റുള്ള പലഹാരമാണ് കേട്ടോ. പിന്നെ അതാ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ഓരോ പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ്. വൈകുന്നേരത്തെ ചായക്കടിക്കാണ് ഞാൻ ഈ ഒരു പലഹാരം റെഡിയാക്കണേ. വളരെ ടേസ്റ്റിയുടെ ഒരു പലഹാരം, എല്ലാവരും ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതുപോലെ ഇങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഈ ഒരു ജാറ് നന്നായിട്ട് വടിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു നുള്ളു ഉപ്പും പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ 2 മിനിറ്റ് നേരം നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചേണേ. അപ്പച്ചട്ടി കഴിഞ്ഞ് പാൻ ഉണ്ടല്ലോ, ഏതായാലും പ്രശ്നമില്ല കേട്ടോ. ഇതുപോലെ കുറച്ച് എണ്ണ അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരുപാടൊന്നും വേണ്ടിട്ട് കുറച്ച് എണ്ണ മതി. ഈ ഒരു മാവ് ഇതിലേക്ക് കുറേശ്ശെ അങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അധികം ഇങ്ങോട്ട് കട്ടിയാവാൻ പറ്റില്ല കേട്ടോ. കട്ടിയായാൽ ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ പ്രയാസമാവേ. ഇനി ഞാൻ 1 മിനിറ്റ് കഴിഞ്ഞ് മൂടി വെക്കുക കേട്ടോ. പിന്നെ 2 മിനിറ്റോടെ ഈ ഒരു പലഹാരം റെഡിയാവുക. ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് തീ കൂട്ടാൻ പാടില്ല കേട്ടോ. ഞാൻ അടിയിലൊരു വേറൊരു പഴയൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു പാന് അടുപ്പത്ത് വെച്ചത്. അപ്പോൾ നമുക്ക് കരിഞ്ഞു പോകുന്നുള്ള അങ്ങനത്തെ പേടിയൊന്നുമില്ലേ. ഇതുപോലെ കുറച്ച് ഓയിൽ ഒരു 1/2 സ്പൂണിൻ്റെ താഴെ മതി കേട്ടോ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ മൂടി വെച്ചിട്ട് 2 മിനിറ്റോടെ തന്നെ ഈ ഒരു പലഹാരം റെഡി ആയിന്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഞാനിതാ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. 1-2 പ്രാവശ്യം ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ കിടിലം പലഹാരം നല്ലൊരു ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ നല്ലൊരു പാൻകേക്ക് പോലത്തെ ഒരു പലഹാരമാണ്. എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ നല്ല എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ അറിയാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണണ്ടേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഓരോ തവി മാവ് ഇതുപോലെ അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് കൊണ്ട് തന്നെ മൂടി തുറന്ന് നമ്മൾ ഈ ഒരു കിടിലം പലഹാരം റെഡി ആയിനെ. ഏകദേശം 3/4 ഭാഗമൊക്കെ ഇതുപോലെ വെന്താൽ മതിയിട്ട് അങ്ങോട്ട് മറിച്ചിട്ടതിന് ശേഷം കുറച്ച് ഓയിലും കൂടി ഇതിലേക്ക് ഒന്നങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റോളം ഈ ഒരു ചട്ടിയിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നിരീപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു റെസിപ്പി അടിപൊളി ടേസ്റ്റ്. ഈ ഒരു ചൂടോട് കൂടി കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കിത് വീണ്ടും ഉണ്ടാക്കാൻ നോക്കും. ഈ ഒരു മാവ് അധികം അരച്ച് പിന്നെ റെസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം തന്നെ അരച്ചിട്ട് അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റിയ ഓരോന്ന് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഈ ഓയിലിന് പകരം നെയ്യാണെങ്കിലും പ്രശ്നമല്ലേ, നെയ്യ് ഇട്ടിട്ടും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ മൈദ നിങ്ങളെ കയ്യിൽ ചേർക്കാനില്ലെങ്കിൽ ഗോതമ്പ് പൊടി ആയാലും മതി കേട്ടോ. ഗോതമ്പ് പൊടി ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടും ഈ റെസിപ്പി ഇതിന് മുന്നൊക്കെ ഉണ്ടാക്കി എടുത്തണം കേട്ടോ. മക്കൾക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു മധുരത്തിന് പകരമായിട്ട് പഞ്ചസാരക്ക് പകരമായിട്ട് ശർക്കര നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് വെള്ളത്തിൽ ആ ഒരു പാലിന് പകരം കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതി. അങ്ങനെ നമ്മളെ ഈ ഒരു കിടില റെസിപ്പി റെഡി ആയിനെ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു കിടില റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണണ്ടേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിലുണ്ട്.
കാണാത്തോലെ കണ്ട് നോക്കണേ. നല്ല സോഫ്റ്റുള്ള പലഹാരമാണ് കേട്ടോ ഈ ഒരു പലഹാരം. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ളേ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.